Hi friends, welcome to Design Tips in the video. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ അതിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Adobe Illustrator C6 ആണ്. നമ്മൾ മുൻപ് പല വീഡിയോകളിലും Adobe Illustratorനകത്ത് ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേഔട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സുകൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇവിടുന്ന് സൈസ് സെലക്ട് ചെയ്യാം. ഞാനൊരു ലെറ്റർ സൈസിലുള്ള ഒരു ഫ്ലയർ ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലെറ്റർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സൈസ് വിഡ്ത്ത് 8.5 ഇഞ്ചും ഹൈറ്റ് 11 ഇഞ്ചുമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കളർ മോഡ് RGB ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ CMYK സെലക്ട് ചെയ്യുക. നമുക്കിവിടെ റെസൊല്യൂഷൻ 300 തന്നെ കീപ്പ് ചെയ്യാം. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്ലെയറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒരു ഡോക്യുമെൻറ്റിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇമേജസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഫ്ലെയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇമേജിനെ ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇമേജിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഡോക്യുമെൻ്റ് പുറത്തേക്കായിട്ട് ഇമേജസിൻ്റെ കുറച്ച് പോർഷൻസ് നിൽപ്പുണ്ട്. നമുക്ക് ആ ഒരു പോർഷനെ മാസ്ക് ചെയ്ത് ഹൈഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പ് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷേപ്പ് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇമേജിനെ കൂടി സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇമേജിനെയും ഷേപ്പിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇമേജ് ഇവിടെ ഷേപ്പിന് മാസ്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നിന്ന പോർഷൻസ് ഒക്കെ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഫ്ലെയറിൻ്റെ ബോട്ടത്തിൽ കുറച്ച് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കളറിനെ ഒന്ന് സോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രോക്ക് കളറാണ് ആവശ്യം. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത പോയിന്റും ക്ലിക്ക് ചെയ്ത് നമുക്ക് കർവ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ഷേപ്പിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും കളറിനെ സോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഇമേജിലുള്ള കളറിനെ തന്നെ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രീൻ കളർ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഈ ഷേപ്പിൻ്റെ കുറച്ച് പോർഷൻസ് ഈ ഡോക്യുമെൻ്റ് പുറത്തേക്ക് നിൽപ്പുണ്ട്. നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നൈഫ് ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ആൾട്ട് കീയും ഷിഫ്റ്റ് കീയും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്യാം. ഈ പോർഷനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഷേപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിൽ പോയി കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും എഡിറ്റിൽ പോയി പേസ്റ്റ് ഇൻ പ്ലേസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു ഷേപ്പ് കൂടി പ്ലേസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഗ്രീൻ കളർ കുറച്ചും കൂടെ ലൈറ്റ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ആദ്യത്തെ ഷേപ്പിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് എഫക്ട്സിൽ പോകാം. ഇവിടുന്ന് സ്റ്റൈലൈസ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പ്രിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഷാഡോയുടെ ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഷാഡോ മതി. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിനെ കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ കർവിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കണം. അതിനായിട്ട് നമ്മൾ മുൻപ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തൊരു കോപ്പി കൂടി എടുക്കാവുന്നതാണ്. ഈ ഷേപ്പിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് ഈ ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിനും ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. ഇവിടുന്ന് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ മുൻപ് ഡ്രോപ്പ് ഷാഡോ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ സെറ്റിംഗ്സിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോ മതി. ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന് ഇത്രയ്ക്ക് എംബോസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ട്രാൻസ്പെറൻസി അല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു 50% കൊടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഒപ്പാസിറ്റി മതി ഈ ഷേപ്പിന്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടേക്ക് വേണ്ട ഇൻഫർമേഷൻസ് പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് ഡോക്യുമെന്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ ഡീറ്റെയിൽസിനെയും ഡോക്യുമെന്റിലേക്ക് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അലൈൻമെന്റ് കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. Ctrl+R പ്രസ് ചെയ്തുകൊണ്ട് റൂളർ എനേബിൾ ചെയ്യാം. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലും ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിലിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിലിന്റെ ഫോണ്ട് ഇത് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യണം. ഇവിടെ നമുക്കൊരു 83 കൊടുക്കാം. ഈ ഡീറ്റെയിലിന് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഗൈഡ് ലൈനിലേക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിനെ കൂടി ഞാൻ ഇവിടെ അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫ്ലെയറിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിന് ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ ലോഗോ മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഡീറ്റെയിൽ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ഈ ഒരു ഡീറ്റെയിലിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കളർ ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോണ്ട് സൈസും ഇൻക്രീസ് ആയിപ്പോയി. നമുക്ക് ഇതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഈ ലോഗോനെ നമുക്ക് ഇൻഫർമേഷൻസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാം. അടുത്ത ഡീറ്റെയിൽ നമുക്ക് ഇവിടേക്ക് മൂവ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിലിന്റെ ഫോണ്ട് നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡീറ്റെയിലിനെ മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഇമേജിനെ അല്പം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഞാൻ ഇമേജിനെ ഓൾറെഡി ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിനെ അൺലോക്ക് ചെയ്യാം. ഇവിടെ ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്.
ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺലോക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഇമേജിനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇമേജിനെ സെലക്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഈ ഡീറ്റെയിൽസിനെ ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്ത് താഴേക്ക് വെക്കാം. ഇവിടെ ഗൈഡ് ലൈനിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ബാക്കിയുള്ള ഇമേജസിനെ പ്ലേസ് ചെയ്യാം. ഇമേജിൻ്റെ സൈസ് ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇമേജിനെ മാസ്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് എലിപ്സ് ടൂൾ യൂസ് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് ഇമേജിൻ്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇമേജിനെയും ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് മാസ്ക് ചെയ്യാം. ഇവിടുന്ന് ക്ലിപ്പിംഗ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇമേജിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇമേജിൻ്റെ ഷേപ്പിന് ഒരു സ്ട്രോക്ക് കളർ കൊടുക്കാം. ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രോക്ക് വെയിറ്റ് അല്പം ഇൻക്രീസ് ചെയ്യണം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്ട്രോക്ക് വെയിറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ അടുത്ത ഇമേജിന് ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാസ്ക് ചെയ്യാം. റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ആൾട്ട് കൂടെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഷേപ്പ് സ്ട്രെച്ച് ആയി പോകാതെ കറക്റ്റ് റൗണ്ടിൽ തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇമേജിനെ നമുക്ക് ഷേപ്പിൻ്റെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇമേജിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഈ ഷേപ്പിൻ്റെ സൈസിൻ്റെ ഒപ്പം തന്നെ വെക്കാം. ഇവിടെ നമുക്ക് ഷേപ്പിന് ഇമേജിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് മാസ്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജും ഷേപ്പിൽ മാസ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പിന് സ്ട്രോക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിൻ്റെ സ്ട്രോക്കിനെ പിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഷേപ്പിനെ നമുക്കിവിടെ ഗൈഡ് ലൈനിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഇമേജിന് താഴേക്ക് ഒരു ഡീറ്റെയിൽ കൂടി പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവസാനമായിട്ട് ഇവിടേക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൂടി പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഞാൻ ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിന് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഗൈഡ് ലൈൻ എനേബിൾ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അടുത്ത ഐക്കൺ ഞാനിവിടെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ താഴെ കൂടി ഒരു ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡീറ്റെയിൽസിൻ്റെ ബോട്ടം അലൈൻമെൻറ്റും കറക്റ്റ് ആക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വർക്കിനെ PDF ഫോർമാറ്റിൽ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഫയലിൽ പോയി സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പിൽ PDF സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ പ്രീസെറ്റിൽ ഹൈ ക്വാളിറ്റി പ്രിന്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ കംപ്രഷനിൽ ഇമേജ് ക്വാളിറ്റി മാക്സിമം കൊടുക്കാം. നമുക്ക് സേവ് PDF ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് PDF ഫോർമാറ്റിലേക്ക് സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.